എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ഇന്ന് ഉണ്ണിപ്പാപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉണ്ണിപ്പാപ്പൻ ഒരാഴ്ചത്തെ എന്താ പറയുന്നത് പൂനെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നലെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ എന്തോ സ്പെഷ്യൽ സാധനം കൊണ്ടിട്ടുണ്ട്, അപ്പം നമ്മളോട് വരണം, വന്ന് അതെടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് പോയി നോക്കാം കേട്ടോ ഉണ്ണിപ്പാപ്പൻ കൊണ്ടുവന്ന സ്പെഷ്യൽസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതെൻ്റെ ഹെലമോൾ ഇതേണ്ട റെഡി ആയിട്ട് നിൽക്കുന്നു. ഇത് ഇസബേബിയുടെ റായാണ് കേട്ടോ. അത് ആരുടെ റായ ഹെലമോളെ? ഇവിടെ മറന്നുപോയി അല്ലേ? നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇതേ ഹെയ്ഡാപ്പി വാട്ടർ ബോട്ടിലൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് അല്ലേ ഹെയ്ഡാപ്പി? ഓക്കെ. അപ്പം എന്താ പറയാ, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവന്റെ ടാബേല് ഹലോ എന്തിനാണ് സാർ മൂളുന്നത്? സാറിന് ഉറക്കം വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പം ഞങ്ങളിന്ന് നേരത്തെ എഴുന്നേറ്റോ, പതിവിലും നേരത്തെ എഴുന്നേറ്റു. 8 മണിക്ക് എണീറ്റു എന്ന് വേണമെങ്കിൽ പറയാം. പതിവിലും നേരത്തെ. ആക്ച്വലി പിള്ളേർക്ക് ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ എഴുന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചുവിന് ഓഫാണ്. അപ്പോൾ ഇച്ചുവിൻ്റെ ഗെറ്റപ്പ് കാണിച്ചു തരാമേ. വേണ്ടേ, ഇച്ചു റെഡിയായി വന്നിട്ടുണ്ട്. ഹലോ മണവാളൻ എങ്ങോട്ടാണ്? മണവാളൻ ഇതേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുന്നു. ഞങ്ങൾ ഹേബിലോട്ടിൻ്റെ വോക്കറൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം ആക്ച്വലി ഇവ നടക്കാൻ തുടങ്ങി, ബട്ട് സ്റ്റിൽ. ഹലോ സാർ, സാർ എവിടെ പോവാണ് സാർ? ഹലോ, റാമയിലൊക്കെ ഇരുന്ന് എവിടെ പോവാണ്? ഇഷ്ടപ്പെട്ട വണ്ടി? ഏട്ടെ എല്ലാവരും റെഡി ആയിട്ടോ. ആദ്യമൊക്കെ ഈ വോക്കർ ഈ പ്രാം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇതിനോടൊരു ഇഷ്ടം തുടങ്ങിയിട്ട്. ഇതേട്ടെ ചു പോന്നു. ഹെലമോൾ പോന്നു. ഹെലമോൾ എവിടെ പോവാ? ഓക്കെ പോ. ഇതേണ്ടേ റാമൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ പുറകിൽ കൊച്ചിൻ്റെ വോക്കർ. എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകും കേട്ടോ. വോക്കറൊക്കെ സെറ്റ് ചെയ്തു. ഇനി ഹേബലിനെ പ്രാമേന്ന് എടുത്തിട്ട് പ്രാം നമ്മളിവിടെ കൊണ്ടുവയ്ക്കും കേട്ടോ. ഇതേണ്ട കേട്ടോ എല്ലാവരും സെറ്റ് ആകുന്ന കാണുന്നേ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകാനല്ല സെറ്റായി. എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ. ഞാൻ അങ്ങനെ ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഒന്നും ഇടുന്ന ഒരാളല്ല. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ നെസ്റ്റോയിൽ 2 എണ്ണം വാങ്ങി ഇതുപോലത്തെ. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് പറയണേ. ഈ ഒരു ചേട്ടനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ വന്നപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഈന്തപ്പഴം വിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹേബൽ ഇവിടുന്ന് നോക്കിയിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ടാറ്റ കൊടുക്കുക. അപ്പോഴത്തേക്കും അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ പാവം കുറച്ച് ഈന്തപ്പഴം ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് തന്നു കേട്ടോ. പിള്ളേർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അത് അടിപൊളി ഈന്തപ്പഴം. പുള്ളിക്കാരനാണെങ്കിൽ ഇത് വിൽക്കാൻ വെച്ചിരുന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലാണ് കേട്ടോ. ഞങ്ങളപ്പോൾ ഉണ്ണിയുടെ വീട്ടിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. അപ്പം ഈ ചേട്ടൻ എന്താ പറയുന്നത് വെള്ളം കൊണ്ടുവന്ന് കഴുകി ഇതുപോലൊരു പാക്കറ്റിലാക്കി കുട്ടികൾക്ക് കൊണ്ടുവന്ന് ഡോർ തുറന്ന് പിള്ളേർ കഴിക്കുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് പോയതാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ് ഈന്തപ്പഴം കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അത്രയും നല്ല മനുഷ്യരാണ് കേട്ടോ. ഇവർ കഴിക്കുന്നത് കാണിക്കാവേ. ഇടവി കഴിച്ചേ. ഹലോ മോളെ എങ്ങനെയുണ്ട്? അടിപൊളി. അത് ആക്ച്വലി ഫുള്ള് പഴുത്തതല്ല കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുന്ന ഒരു 1/4 ഭാഗം പഴുപ്പെന്ന് പറയില്ല, പഴുത്തതെന്ന് പറയില്ല. അതാണ് കേട്ടോ അവസ്ഥ. നല്ല സാധനമാണ്, ഫ്രഷ് സാധനമാണ്. പുള്ളി എവിടുന്നോ ഫാമിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നതാണ് കേട്ടോ. അത് വേണ്ട ഹെലമോളും ഹെഡാപ്പിയും കഴിക്കുന്ന കേട്ടോ കാണുന്നേ. വേണ്ട ഇച്ചു തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചാണ് കാണുന്നത്. ഇത് ഫുജൈറയിൽ നിന്ന് ഷാർജയിലേക്കും അജ്മാനിലേക്കും ദുബായിലേക്കും ഒക്കെ ഉള്ള ഹൈവേ ആണ് കേട്ടോ ഈ പോകുന്നത്. ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അത്യാവശ്യം നല്ല മലനിരകളും. പിന്നെ ആക്ച്വലി ഇത് മരുഭൂമിയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ മരുഭൂമിയും കാണിച്ചു തരാം. ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 സൈഡിലും നല്ല പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇതിന് ഇടയ്ക്കൂടെയാണ് ഇവർ വഴി വെട്ടിയിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ചിലപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒട്ടകത്തെ കാണാൻ പറ്റുമായിരിക്കും ഈ ഒരു ടൈം. അതുങ്ങൾ ആ ഫെൻസിൻ്റെ നിയർ ബൈ ഏരിയയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം. ആ ഏരിയയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഈ മരുഭൂമി ആണെങ്കിൽ പോലും നമുക്ക് ഇവിടെ കുറേ സമയങ്ങളിലൊക്കെ മഴ കിട്ടാറുണ്ട്. ഇടയ്ക്കൊക്കെ മഴ കിട്ടുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുന്നത് കുറേ പച്ചപ്പും ഹരിതാപമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞൊരു ഇത് കണ്ടോ, ഇത് ചെറിയൊരു ഷോപ്പ് പോലെ എന്തോ ആണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് ആൾക്കാരൊക്കെ വന്നിട്ട് റെസ്റ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഗ്രീനറികൾ കാണാൻ പറ്റുന്നില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ മരുഭൂമിയാണ്. പക്ഷെ അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയോ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഇതാ ഈന്തപ്പനകളാണ് കേട്ടോ കാണുന്നത്. ആ കാണുന്നൊക്കെ
ഈന്തപ്പനകളാണ്, ചെറിയ ചെറിയ ഈന്തപ്പനകൾ. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അഗെയിൻ റോക്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അറിയില്ല, സാധാരണ നമ്മൾ പോകുമ്പം 1-2 ഒട്ടകത്തെയൊക്കെ കാണുന്നതാണ്. മുമ്പേ നമ്മൾ കണ്ടെടുത്ത് നമ്മൾ കുറേ എണ്ണത്തിനെ കണ്ടു, പക്ഷെ എനിക്കത് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും സന്റാൻറ്റി വന്നു. ഡോർ തുറന്നോട്ടെ. ഇതാ സന്റാൻറ്റി കിട്ടി. എന്നെ താഴെപ്പേടി റായ്. ഇങ്ങനെ ഹേവലോട്ടിനത് സന്റാൻറ്റിയുടെ കയ്യിലോട്ട് പോയി. ഉറക്കം വരുന്നത് പറ. ഒക്കമായിരുന്നു. അച്ചാച്ചൻ ഇതാ എൻ്റെ വണ്ടിയുടെ പുറകിൽ ഇറങ്ങിയിരിക്കുന്നു. ചേച്ചിപ്പണി ഇതേ പോകുന്നു. നമ്മുടെ വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യട്ടോ. അങ്ങനെ എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കണം. ഇതേണ്ട ഹേബിലൂട്ടിൻ്റെ പ്രാം. നമ്മുടെ ഡേറ്റ്സ് അതേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, കാണാവോ? ഇതായിരിക്കണം. ഇതേ ഹേഡൻ കൂട്ടനാണ് കേട്ടോ നമ്മുടെ ഡേറ്റ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. വാ കാണിച്ച ഹേഡൻ കൂട്ട കണ്ടോ. താഴെ പോലെ സൂക്ഷിച്ച് പിടിക്കണേ. ഓക്കേ, പൊക്കോ, നടന്നു. അങ്ങനെ ഞങ്ങൾ അജ്മാനിൽ ലാൻഡ് ചെയ്ത് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ട് കയറി പോകാവേ. അങ്ങനെ ഞങ്ങൾ ഇതാ അകത്ത് കയറിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല ചൂടാണ്. വന്ന് AC ഒക്കെ ഇട്ടിരുന്നു. വേണ്ട ഹേവലൂടനെ കൊണ്ട് ഞാൻ ഇവിടെ ഇരുത്തി. ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജോയും ഉണ്ണിയൊക്കെ താഴോട്ട് പോയേക്കാണ് കേട്ടോ. അപ്പം ഉണ്ണിയൊക്കെ ഷോപ്പിങ്ങിന് പോയിരിക്കുമായിരുന്നു. അപ്പം അവർ കയറി വരുന്ന കാണിക്കാവേ. ഞങ്ങൾ അകത്ത് വന്നിരുന്നു. എൻ്റെ ഹെലമോൾ തന്നെ വന്നിരുന്നു. ഹേബിലൂട്ടൻ ഇസ് ബേബി വന്നു. ഇതേ വരുന്നു ഹെയ്ഡാപ്പി. അതിന്റെ ക്യാരംസിന്റെ പൗഡറാ? ഓക്കെ. ആരാ ക്യാരംസ് പൗഡർ വാങ്ങിച്ചേ? ആണോ? വാ, നമുക്കിന്ന് ക്യാരംസ് കളിക്കണേ. ആണോ ക്യാരംസ്? ആൻറ്റി കണ്ടു. വേണ്ടേ ക്യാരംസ് ബോർഡ് കൊണ്ടുവന്ന് താമസിച്ചതേണ്ടേ. ഉണ്ണിപ്പാപ്പൻ ഇവർക്ക് ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ പോവാ.
ഉണ്ണിപ്പാപ്പൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. ഡ്രസ്സ് പോലും മാറുന്നതിന് ഇപ്പം ക്യാരംസ് ബോർഡും കൊണ്ടിരിക്കുന്ന കുഞ്ഞു പിള്ളേരെ കണ്ടോ? അതിനകത്ത് ഏറ്റവും വലിയ കുഞ്ഞാണ് കേട്ടോ ഈ ഇരിക്കുന്ന ഉണ്ണിപ്പാപ്പൻ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ബേബിയാണ്. ഹേബലിനെ കഴിഞ്ഞും ചെറിയ ബേബി കണ്ടോ? ഹേബൽ ഇതേണ്ട് നടക്കുന്നു. എന്ത് എടുക്കണമെന്ന് അറിയത്തില്ല, നടക്കുക. ബേബിക്ക് അറിയാം കളിക്കാൻ. ഇവിടുന്ന് ഈ വോക്കറിൽ ഇറങ്ങാൻ അറിയില്ല, പുതിയ സ്ഥലമാണെന്ന് പറഞ്ഞ് ഞങ്ങളൊരു വോക്കറും കൊണ്ട് വന്നു. പക്ഷെ ഈസി ആയിട്ട് ഹേബിലോട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങി കേട്ടോ. ബാ നടന്നു വാ ഹേബിൽ ഇതാ നടന്നു വരുന്ന കണ്ടോ. ഇത് മേടിക്കാൻ വേണ്ടി വരാം കേട്ടോ. എൻ്റെ ഈ ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്ന കാണുന്നത്. ബാ എത്രത്തോളം നടക്കും നോക്കാം. ബാ ഈശോ ഓ അപ്പോഴാണ് അവിടെ കവർ ഇരിക്കുന്നുണ്ട്. ബാ ദാ പോണു. കയ്യും കൊട്ടി ഇതേ പോണു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇപ്പം മണ്ടനാക്കി. അച്ചാച്ചന്മാരുടെ അടുത്തെത്തി കേട്ടോ. ഞങ്ങൾ ഈശ ബേബി ഈസ സുന്ദരി ഇതേ നിൽക്കുന്നു. ഹലോ സേ ഹായ്. എവിടെ പോയതായിരുന്നു? എവിടെ? ഡേ ടുഡേ പോയതായിരുന്നു. എന്നാ വാങ്ങിച്ചു ഡേ ടുഡേ പോയിട്ട്? കൊടയൊന്ന് കാണിച്ചേ കാണട്ടെ. എടുക്ക്. ആഹാ അടിപൊളി കൊടയാണല്ലോ. ഡേ ടുഡേ വാങ്ങിച്ചതാ? ഇതിനെനിക്ക് തരുവോ? മാർക്കൻ സെയിൽ നിന്ന് വാങ്ങിച്ചതാ. തെറ്റിപ്പോയി സാരമില്ല. ആന്റിക്ക് തരുവോ? അവിടെ ഞെക്കിയാൽ അത് ഓപ്പൺ ആവുമോ? ഓപ്പൺ ആവും. നമുക്ക് പിന്നെ വെയിലത്തൊന്ന് ഓപ്പൺ ആക്കി കാണിക്കണം ആൻറ്റിയേ. ഓക്കെ. ഇതാണ് കേട്ടോ ഉണ്ണിപ്പാപ്പൻ കൊണ്ടുവന്ന റംബൂട്ടാൻ. ഇത് കണ്ടോ, ഇത് നമ്മുടെ പാപ്പച്ചി പാപ്പൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടായ റംബൂട്ടാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ്ടേ മാങ്കോസ്റ്റിൻ. ഇതും പാപ്പച്ചി പാപ്പൻ്റെ ഒക്കെ പറമ്പിലുണ്ടായ മാങ്കോസ്റ്റിനാണ്. അപ്പം ഇതാണ് ഉണ്ണിപ്പാപ്പൻ കൊണ്ടുവന്ന 2 സ്പെഷ്യൽ സാധനങ്ങൾ കേട്ടോ. അപ്പം നമുക്കൊരു റംബൂട്ടാൻ പൊട്ടിച്ച് കഴിച്ചു നോക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കിയാൽ മതി എന്നാണ് പറഞ്ഞ്. നോക്കട്ടെ ഞെക്കിയാൽ വരുമോന്ന്. അങ്ങനെ നമ്മൾ ഇതേ റംബൂട്ടാൻ പൊളിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കാം കേട്ടോ. നല്ല മധുരം കേട്ടോ, അടിപൊളി. ഞാൻ റംബൂട്ടാൻ കഴിക്കുന്ന നേരം കൊണ്ട് 2 അവളുമാർ കേട്ടോ കൊടയൊക്കെ ചൂടി വന്നിരിക്കുന്നത്. അടിപൊളി. നമുക്ക് വെയിലത്ത് പോകുമ്പോൾ ചൂടാവേ. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ, നല്ല മധുരം, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ ഇതാണ് കേട്ടോ ഉണ്ണിപ്പാപ്പൻ കൊണ്ടുവന്നു ഒരു സാധനം. ഇനി മറ്റേ മാങ്കോസ്റ്റ് നമുക്ക് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാവേ. അങ്ങനെ എൻ്റെ കയ്യിലാണ്ട് മാങ്കോസ്റ്റ് നമ്മൾ പൊളിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ. നല്ല മധുരമാണ് കേട്ടോ, അടിപൊളിയാ. ഇവിടെ റംബൂട്ടാനും മാങ്കോസ്റ്റിനും ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ. നല്ലതാണ് കേട്ടോ, അടിപൊളിയാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇത് ഒരു കുറച്ച് തീരുമാനമാക്കട്ടെ, എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് കേട്ടോ നമ്മളൊരു മാങ്കോസ്റ്റിന് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വിച്ചുവിന് കൊടുത്തു നോക്കാം എങ്ങനെ കഴിക്കുന്നതാണേ. ദേണ്ടേ ചു മാങ്കോസ്റ്റിൻ കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറഞ്ഞാൽ മതി അഭിപ്രായം. അല്ല, ലിസിയാൻ്റെയും പാപ്പച്ചി കുഞ്ചാച്ചൻ്റെയും പ്രയത്നമാണിത്. അവരുടെ പറമ്പിലുണ്ടായതാണ്. അപ്പോൾ ലിസിയാൻ്റി പാപ്പച്ചി പാപ്പ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അടിപൊളിയാണ് കേട്ടോ. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഉണ്ണിപ്പാപ്പനെ കണ്ടോ. ഉണ്ണിപ്പാപ്പന് പാകത്തിനൊരു മാങ്കോസ്റ്റിൻ കൊടുക്കാം. നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഫുഡ് പോയ്സൺ അടിച്ച് തളർന്നിരിക്കുന്ന മനുഷ്യന് ഞങ്ങൾ കൊണ്ടുവന്നാണ് ഡേറ്റ്സ്. രാവിലെ എടുത്തിട്ട് ഛർദ്ദിച്ചു എന്ന് പറഞ്ഞത് കാരണം ഈ സാധനം കാണുമ്പോഴത്തേക്കും ആൾക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. ഡേറ്റ്സ് കഴിക്കും ഉണ്ണിപ്പാപ്പൻ, അടിപൊളിയാ. കഴിച്ചോ? എനർജി കിട്ടേണ്ടിട്ട് കൊണ്ടുവന്നാ. കഴിക്കുണ്ണിപ്പാപ്പൻസ്. വേണ്ട, ഇനി പൊടിയരക്കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ എന്ന് ശപഥം ചെയ്തിരിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൊമിറ്റ് ചെയ്യാനുള്ള ഇനിയുള്ള കപ്പാസിറ്റി ഇല്ലാതെ. ഇതെൻ്റെ അടുത്ത റംബൂട്ടാൻകാരൻ വരുന്നു. എന്തുവാണോ കഴിക്കുന്നേ? ചോറും കറിയും കഴിക്കണ്ടേ? കണ്ടേ എല്ലാത്തിൻ്റെയും കയ്യിൽ റംബൂട്ടാനാണ്. വേറൊരു എന്തിയെ കൊടയും കൊണ്ട് നടക്കുന്നുണ്ടോ ഒരെണ്ണം? ഹലോ മോളെ, ഇത് കഴിച്ചു നോക്കിക്കോ മന്നു, കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തുടങ്ങി പിള്ളേരെല്ലാം റംബൂട്ടാനാണ് കേട്ടോ കൂടുതൽ കഴിക്കുന്നത്. അവർക്ക് മാങ്കോസ്റ്റിന് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാനും സന്റിക്കാണ് കേട്ടോ മാങ്കോസ്റ്റിൻ്റെ എന്താ പറയുന്നത്, മാങ്കോസ്റ്റ് തീർക്കുന്ന ആൾക്കാർ. പിന്നെ വേറെ ആർക്കും അങ്ങനെ അത്ര വലിയ താല്പര്യമില്ല. ഉണ്ണിക്ക് പിന്നെ ഹെൽത്ത് വയ്യാത്തതുകൊണ്ട് അത്ര കഴിക്കലില്ല.
പിള്ളേരാണെങ്കിൽ റംബൂട്ടാൻ ഓൾമോസ്റ്റ് അവർ അത് കഴിക്കുക. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ഓൾറെഡി ഇവിടെ 2:30 കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ലഞ്ച് ടൈമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്താണ് ലഞ്ച് കഴിക്കുന്നത് നോക്കാം. ഞങ്ങൾ മഫ്രക് ബിരിയാണി കേട്ടോ കഴിക്കാൻ പോണേ. ബേബി ഇതുണ്ട് അവിടെ കിടന്ന് ചാടുന്നുണ്ടോ. അതെന്താ കേട്ടോ ഞങ്ങൾ കഴിക്കാൻ പോണ ബിരിയാണി കാണിച്ചു തരാം. വേണ്ട ബിരിയാണി വിളമ്പുന്നുണ്ടോ. സനിറ്റാൻറ്റി നിന്ന് ബിരിയാണി വിളമ്പുമ്പോൾ എല്ലാവർക്കും ഹെലമോട് തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ വെരി ഗുഡ്. ആദ്യം റംബൂട്ടാൻ്റെ കുരു കളഞ്ഞിട്ട് വാ ഹെലമോട് പോയിട്ട് കിച്ചണിൽ. വേസ്റ്റ് ബക്കറ്റിൽ അത് കളഞ്ഞിട്ട് വാ. ചിക്കൻ തിന്നുമെന്ന് തോന്നുന്നില്ല കേട്ടോ സെൻ്റെ. റൈസ് മതിയായിരിക്കും. റൈസ് മതി മോക്ക, റൈസ് മതി. ഓക്കെ ത്രോ ദാറ്റ് എനിക്കും. തൈര്. ഓക്കെ തൈര് തരാം. ഇതേണ്ടേ ഇസ് ബേബി ഇതേണ്ട കഴിക്കാൻ വന്നു. ബേബി എങ്ങനെയുണ്ട് ബിരിയാണി? കഴിച്ചു നോക്കിക്കേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഹെലമോൾ കഴിച്ചേ സൂപ്പറാണോ? കഴിച്ചു നോക്കിയോ? അമ്മയാണോ? ഇഹാൻകുട്ടാ ഇതേണ്ടേ പിള്ളേരെല്ലാവരും കഴിക്കാനിരുന്നു. ഇഹാൻകുട്ടനിരുന്നു, ഹെഡാപ്പി ഇരുന്നു, ഹെയ്സ ബേബി, ഹെലമോൾ എല്ലാവരും കഴിക്കാണ്ടിരിക്കുന്നു. ഇതാണ് ഒരു കുഞ്ഞു പൊടി ഇതുവഴി നടക്കുന്നു. വോക്കർ വെറുതെ കൊണ്ടുവന്നാണല്ലോ അവിടെ കുഞ്ഞാ. വോക്കർ എടുത്തിട്ട് വാ. എന്നാ വേണം? അതെ വാ ഇച്ചു വന്ന് കഴിച്ചോ. വാ ഇച്ചു കഴിച്ചിട്ട് ഞാൻ കഴിക്കാം. വാ കണ്ടോ കളി കണ്ടോ ഹേവലൂട്ടിൻ്റെ. നോ ഇരിക്കാൻ പോവാണോ? ചെയറിലിരിക്കാൻ പോവാ. ചെയറൊക്കെ വലിച്ചു മാറ്റി ഇപ്പം അതിൻ്റെ മണ്ടയ്ക്ക് കയറും കേട്ടോ. നടക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര കുരുത്തക്കേട്. ഞങ്ങൾ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ബിരിയാണി എടുക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു ജീവൻ ഉണ്ടായിരുന്നില്ല. നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. ഉണ്ണിപ്പാപ്പന് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് പോയ്സൺ അടിച്ച കാരണം കഞ്ഞിയായിരുന്നു കേട്ടോ. അപ്പം സനിറ്റാനിയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അച്ചാറായിരുന്നു. അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ. അപ്പം പപ്പ മമ്മി അപ്പം അച്ചാർ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ. ടിജോയ്ക്കും എനിക്കൊക്കെ അച്ചാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ അച്ചാർക്ക് കൂട്ടിയാൽ കഴിച്ച അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇത് കണ്ടോ കസാരക്ക് ഇഴ പിണങ്ങി കിടക്കുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടോ. ഇസുബേബി എഴുന്നേറ്റ് വാ. ഇസു എണീറ്റ് വരാൻ. ഇസുവിനെ അപ്പ വിളിക്കുന്നു. വാ കണ്ടോ ഇതാണ് ഇസുബേബി പിണങ്ങാനുള്ള റീസൺ. ഈ അണ്ണാങ്കുഞ്ഞിരിക്കുന്ന പോലെ ഉണ്ണിപ്പാപ്പൻ്റെ മടി കയറി ഇരിക്കുന്നതിനാണ് ഇസുബേബി പിണങ്ങിയിരിക്കുന്നത്. അല്ലേ ഹെലമോളെ? ഇസുബേബി വിളിച്ചോണ്ട് വാ. വരാൻ പറ. കണ്ടോ ഞങ്ങളുടെ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഇഹാൻകുട്ടനെ കണ്ടോ? കണ്ടു. വടിയെടുത്തു ഇതേ കിടക്കുന്നു എൻ്റെ കീഴെ. അടിക്കത്തൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് പേടിപ്പിക്കുന്ന മാത്രമേ ഉള്ളൂ. വടിയൊക്കെ സൈഡിൽ വെച്ചു. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സമയം 6 മണിയാകാൻ 10 മിനിറ്റും കൂടെ ഉള്ളൂ. ആക്ച്വലി 5 മണി കഴിയുമ്പോൾ പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും റെഡിയായി വന്നപ്പോൾ ഇത്ര സമയമായി. അതാ നമ്മുടെ ലിഫ്റ്റ് എത്തി. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്നതോടുകൂടി ഈ വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യും. കാരണം അത്യാവശ്യം ഇതിനൊരു ലെങ്തായി. അപ്പോൾ ചായ കുടിക്കുന്നതോടുകൂടി ഈ വ്ളോഗ് എൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ഇനി ചായ കുടിക്കുന്നിടത്ത് എന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി കേട്ടോ. അതേണ്ടേ ഹെലമോള്, ഇറ്റ്സ് ബേബി, ഹാങ്കുട്ടൻ, ഹേവലൂട്ടിന്, സനിറ്റാൻറ്റി, പിന്നെ ഇതേണ്ടേ ഹേഡാപ്പി ഇതേണ്ടേ ബാക്കിൽ. ഓക്കെ ഹെൽത്ത് വയ്യെങ്കിൽ ഉണ്ണിപ്പാപ്പനാണ് കേട്ടോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇതേണ്ടേ ഹിച്ചു ആണ് കേട്ടോ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. തലവേദനയാണ് ഹിച്ചുവിന്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുന്നിടത്ത് എത്തി കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കുന്നിടത്ത് അപ്പം ഉണ്ണിപ്പാപ്പനും ഇച്ചും കൂടെ ചായ ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയേക്കുവാണേ. ഇതുണ്ടോ വണ്ടിയിലെല്ലാം കൂടി ഇരുന്ന് കളിക്കുന്നുണ്ടോ. അങ്ങനെ ഇതാ ചായ കൊണ്ടിച്ച് വരുന്നുണ്ട്. അയ്യോ നല്ല കപ്പിലാണ് കേട്ടോ ചായ, നല്ല പിടിയൊക്കെ ഉള്ള ഗ്ലാസ്. ഇതാണ് കേട്ടോ അടിപൊളി ചായ. അങ്ങനെ ഇതാ പിടിയൊക്കെ ഉള്ളൊരു ഗ്ലാസ്സിലാണ് കേട്ടോ ഇവിടെ ചായ ഇടുന്നത്. അടിപൊളി ചായയാണ്. ചായ കുടിക്കാൻ ട്രൈ ചെയ്യുന്ന സനിറ്റാൻറ്റി. കാരണം ഹേബിൾ കയ്യിലിരിക്കുന്നോണ്ടേ ചായ കുടിക്കാൻ ഇത്തിരി പാടാണേ. ഓക്കെ ഞങ്ങൾ പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചായയുടെ കൊടുത്ത് ഇത്താ ഇവർക്കും പിള്ളേർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും പഴംപൊരിയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. പഴംപൊരി കാണിച്ചു തരാമേ.
പക്ഷെ ഇത് കുറച്ച് കുടിച്ചിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. കാരണം വെച്ചാൽ നല്ല ചൂടാണ്, തട്ടിക്കഴിഞ്ഞാലേ എല്ലാവരും ദേഹത്ത് വീഴും കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച പഴംപൊരി. കഴിച്ചേക്കാം. അപ്പൊ ഞങ്ങളുടെ വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഈ പഴംപൊരി തിന്നുന്നതോടുകൂടി ചായ കുടിക്കുന്നതോടുകൂടി ഈ വ്ലോഗ് ഇവിടെ തീരും കേട്ടോ, മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം വേറെ വ്ലോഗുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.